ഹലോ ഡിയസ്. സോ നമ്മുടെ സേ എക്സാമിലോട്ട് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്നുണ്ട്, ഇനി പഠിച്ചാൽ 18 കിട്ടുമോ അല്ലെങ്കിൽ 30 കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതിലോട്ട് ഞാൻ വരാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഷുവർ ആയിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. ലൈക്ക്, കമന്റ്, ഷെയർ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ട്, നിങ്ങളുടെ ചങ്കുകളിലോട്ട് ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എല്ലാം. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ വീഡിയോസ് അതിനകത്ത് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇപ്പൊ ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ, ഹൈപ്പ് മറക്കല്ലേ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കിട്ടില്ല അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. മാത്രമല്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, സേ 2021 വന്നതാണ്. മാത്രമല്ല ഒരുപാട് പബ്ലിക് എക്സാമിൽ അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ പല കാറ്റഗറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ തന്നെ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം നമ്മൾ പറഞ്ഞ പോലെ ലൈക്ക്, കമന്റ് മറക്കരുത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഐഡന്റിഫൈ ജിയോമെട്രിക്കൽ ഐസോമർ എന്തായിരിക്കും? പക്ഷേ നിങ്ങൾ തെറ്റ് ഇതിനകത്ത് വരുത്തരുത്. ഇതിനകത്ത് പലരും മിസ്റ്റേക്കുകൾ പറ്റും. ജിയോമെട്രിക്കൽ ഐസോമർ എന്ന് പറഞ്ഞാൽ നേരെ അങ്ങ് വരയ്ക്കരുത്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത് 3 ആണ്. അതായത് ഇവിടെ ഒരു സംഭവം കൂടി ഉണ്ട്. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഈ ഒരു കാര്യം ആഡ് ചെയ്യണം കേട്ടോ. അതായത് നമ്മുടെ ഇവിടെ കണ്ടോ, അമോണിയയുടെ കൂടെ ഇവിടെ 3 ഉണ്ട് പുറത്ത്, CONH3 ത്രൈസ് Cl3. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് 3 ആണ്. ജിയോമെട്രിക്കൽ ഐസോമർ വരയ്ക്കാനാണ് മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതാം. ജിയോമെട്രിക്കൽ ഐസോമർ വരയ്ക്കാനാണ് 3 എന്ന് മനസ്സിലായി. ഇനി നമ്മൾ 4-2 വരയ്ക്കും, 2-2 വരയ്ക്കും. അത് മാത്രമല്ല, ഇതിന് വ്യത്യസ്തമായ ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും അതിന്റെ കാര്യങ്ങൾ. സോ വീഡിയോ മുഴുവനായിട്ട് കാണണം. നോക്കൂ, നിങ്ങൾ 3 എങ്ങനെയാ വരയ്ക്കുക? ഇവിടെ മെയിൻ ആൾ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന ആളാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. അപ്പൊ അയാളെ അങ്ങോട്ട് വരയ്ക്കുക. അയാളെ കൊബാൾട്ട് ആണ്. അപ്പൊ നമ്മൾ ചെറുതാക്കിയിട്ട് കൊബാൾട്ട്. ഓക്കെ, കൊബാൾട്ടിന് ചുറ്റും ഇനി എന്താണ്? 3 എന്ന് പറഞ്ഞ 6 അല്ലേ? 3 കൂട്ടിയാൽ അപ്പൊ 6 വര വരയ്ക്കണം. 6 ആളുണ്ട് അതിന് ചുറ്റും. ഇനി മുകളിലേക്കും താഴേക്കും. ഇനി എന്ത് ചെയ്യണം? ക്ലോറിൻ അങ്ങ് എടുക്കാം. നമ്മുടെ ചങ്കാണ് ക്ലോറിൻ. അപ്പൊ ക്ലോറിൻ അങ്ങ് എടുത്താൽ മതി. ഇനിയിപ്പോ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. ക്ലോറിൻ എടുത്തിട്ടേ പാവം ക്ലോറിൻ 2 ക്ലോറിൻ എന്ത് ചെയ്യുക? അകലത്തിൽ വെക്കുക. ഇവന്മാർക്ക് കാണാൻ പോലും പറ്റുന്നില്ലെന്നേ. പാവം നമ്മൾ അവരെ അകലത്തിൽ അങ്ങ് വെച്ചു. അടുത്തിരുത്തിയാൽ ശരിയാവില്ല, പഠിക്കുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അകലത്തിൽ വെച്ചു. എന്നിട്ടോ ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് 2 അമോണിയ എടുക്കാം. 2 ക്ലോറിൻ എടുത്തില്ലേ? 2 അമോണിയ എടുത്തിട്ട് അതിനെയും നമുക്ക് എന്ത് ചെയ്യാം? അകലത്തിൽ. അതായത് ഇപ്പം ഇവരെ അകലത്തിലല്ലേ, അങ്ങനെ വെക്കാം. ഇനിയിപ്പം എന്താ? 3 ക്ലോറിൻ ഇല്ലേ? അപ്പൊ 1 ക്ലോറിൻ കൂടി ഉണ്ട്. അത് എവിടെയെങ്കിലും കൊടുക്കുക. ഇവിടെ കൊടുക്കുക. നിങ്ങൾ ഇഷ്ടം പോലെ കൊടുക്കുക. ഇനി അമോണിയ ഒന്നുകൂടി ഇല്ലേ? 3 ഇല്ലേ? 2 കൊടുക്കുക. അത് എവിടെയും കൊടുക്കാം. നിങ്ങൾ ഇഷ്ടം പോലെ കൊടുക്കുക. ഇനിയിപ്പോ ഇവിടെ ഇല്ലേ സ്ഥലമുള്ളൂ. അത്രയും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് അകലത്തിലല്ലേ? നിങ്ങൾ ട്രാൻസ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. അല്ല, 3 ട്രാൻസ് അല്ല. 3 നമ്മൾ മെർ എന്നാണ് ട്രാൻസിന് പകരം. അതിനെ ട്രാൻസ് അല്ല പറയാം, മെർ എന്നാണ് പറയാ കേട്ടോ. 3 മെർ ആണ്. അകലത്തിൽ വരുമ്പോൾ നമ്മൾ പൊതുവെ ട്രാൻസ് എന്നാണല്ലോ 4-2 ഒക്കെ പറയാം. അപ്പൊ ഇത് പക്ഷേ മെർ ആണ് 3. അപ്പൊ ഇത് മെർ ഐസോമർ ആണ് ഇങ്ങനെ അകലത്തിൽ വന്നാൽ. അപ്പൊ ഒന്നുമില്ലാന്നേ, 6 വര വരയ്ക്കുക. 3 അല്ലേ? എന്നിട്ട് ക്ലോറിനെ പിടിച്ച് അകലത്തിലിടുക. അമോണിയ അകലത്തിലിടുക. ബാക്കി പിന്നെ നിങ്ങൾ ഇഷ്ടത്തിന് വരയ്ക്കാം. മെർ ഐസോമർ അല്ലെങ്കിൽ മെറിഡിയോണൽ ഐസോമർ ആണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഇതുപോലെ അതിനകത്ത് ഇനി ഇതിന്റെ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുണ്ട്. ഇതിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇനി നമുക്ക് അടുത്തടുത്ത് വരയ്ക്കാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 6 വര വരയ്ക്കണം. കാരണം ഇതിന്റെ ഒരു ഐസോമർ കൂടി വരയ്ക്കാണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇപ്പം എന്താ അകലത്തിലല്ലേ? ക്ലോറിനും സങ്കടത്തിലാണ്. നമ്മൾ എന്താക്കിയിട്ടുണ്ട്? അകലത്തിലാക്കിയിട്ടുണ്ട് ഇവരെ. നമ്മൾ എന്ത് ചെയ്യുക? അവരെ അടുത്ത് അങ്ങ് വരയ്ക്കുക. ഇനി 1 ക്ലോറിനോട് ഇല്ലേ? അപ്പൊ നമുക്ക് ആ ക്ലോറിൻ എന്ത് ചെയ്യണം? 3 ക്ലോറിനെ അടുത്തടുത്ത് വരച്ചു. ഇനി അപ്പം ബാക്കി ആരാ? 3 അമോണിയല്ലേ? അവരെയും നമുക്ക് എന്ത് ചെയ്യാം? അടുത്തടുത്ത് അങ്ങ് വരയ്ക്കാം. അപ്പൊ നൈട്രജൻ ആണ് ശരിക്കും കൊബാൾട്ടിന് ലിങ്ക് ചെയ്യുന്നത്. അപ്പൊ NH3 ഇങ്ങനെ എഴുതിയാൽ അതിനകത്ത് കുഴപ്പം അതാണ്. അതിനകത്ത് കുറച്ചുകൂടി N ആണ് ഇവിടെ ലിങ്ക് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. NH3 Cl. അപ്പൊ 3 ആളുകൾ ഒരുമിച്ച് എഴുതുന്നതിന് നമ്മൾ എന്താ പറയാ? ഇത് കണ്ടോ, 3 ആളുകൾ ഒരുമിച്ച്. അപ്പൊ നമ്മളെ അവരെ ഒരുപോലെയുള്ളവർ അടുത്തിരുത്തിയെന്നേ, അവർ കമ്പനി ആയിക്കോട്ടെ എന്നേ, എന്നാലല്ലേ ഒരു സമാധാനം. അപ്പൊ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിനെ ഫാക്ക് ഐസോമർ എന്നാണ് വിളിക്കുക കേട്ടോ. ഫാക്ക് ഐസോമർ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഈ 3 3 ആളുകൾ അടുത്തടുത്ത് വരകളിൽ വരച്ചു. അത്രയല്ലേ ഉള്ളൂ. വേറെ എന്താ ഇതിനകത്ത് പണി? അപ്പൊ ഇതാണ് ഏറ്റവും സിമ്പിൾ ആണ് അതിനകത്ത്. ഫാക്ക് ഐസോമർ അല്ലെങ്കിൽ ഫേഷ്യൽ ഐസോമർ കേട്ടോ. ഫേഷ്യൽ ഐസോമർ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? 3 6 വര വരച്ചു. അതിൽ 3 ആളുകളെ ഒരുമിച്ച് വരച്ചാൽ ഫേഷ്യൽ ഐസോമർ. അപ്പൊ ഇനി ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങളെ ഇങ്ങനെ സിമ്പിൾ ആക്കി നമ്മൾ പഠിപ്പിച്ചുകൊണ്ടാണ് അഡ്ഡപടലം ഫെയിലായി വന്നിട്ട് 5 മാർക്ക് വേണ്ടി സാറേ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാകണം എന്ന് പറഞ്ഞിട്ടേ അതിനകത്ത് വന്നിട്ട് നമ്മുടെ ബാച്ചിൽ
അതും ലേറ്റ് ആയിട്ട് ജോയിൻ ആയത്. ഏകദേശം എക്സാമിനോട് പിന്നെ കുറച്ച് ദിവസങ്ങളുള്ള ഒരു സമയത്താണ് ഇവർ ജോയിൻ ആവുന്നത്. 5 മാർക്ക് 24ആയി. ഒരു എക്സാമിന് റിസൾട്ട് വന്നപ്പോൾ നമ്മൾ വിളിച്ചു പറഞ്ഞു കുറച്ചുകൂടി നേരത്തെ ജോയിൻ ആയിരുന്നെങ്കിൽ ഇതിനപ്പുറം മാർക്ക് കിട്ടിയേനെ. അതുപോലെ 6 മാർക്കുമായി വന്ന് 27 മാർക്കുമായിട്ട് ഇവരും ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയത്. എന്നിട്ടും 27 അവർക്ക് ഡബിൾ പാസ് ഒക്കെ നേടിയാണ്. ഇവർ ഫുട്ബോളും കാര്യങ്ങളായിട്ട് കുറച്ച് ഒരു എന്താ പറയാ സീരിയസ് ആയി വല്ലാണ്ടെങ്കിൽ ഇരുന്ന് പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു മാർക്കിൽ. എന്നാലും അതിനകത്ത് അവസാനം വന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ടും അതിനകത്ത് എന്ത് ചെയ്തു ഈ ഒരു മാർക്കിലോട്ട് എത്തി. ഇനിയുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് സമയം ഉണ്ട്. പലരും ചോദിക്കുന്നുണ്ട് ഇനി പഠിച്ചാൽ എന്നുള്ള. ഇനി പഠിച്ചാൽ എന്ന് പറഞ്ഞാലേ നോക്കൂ, നിങ്ങൾ ഇനിയും സമയമുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനകത്ത് കാര്യങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് കൃത്യമായി പഠിക്കണം, അതുപോലെ അതിനകത്ത് നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഡബിൾ പാസ് മാർക്ക് അല്ലെന്നേ 30ഉം അതിനപ്പുറം ഡബിൾ പാസ് നിങ്ങൾക്ക് നേടാനുള്ള സമയമുണ്ട് എന്ന് മനസ്സിലാക്കുക. സോ നമ്മുടെ അതിനകത്ത് കാരണം നിങ്ങൾക്ക് മുന്നേ നമ്മുടെ ക്ലാസ്സുകൾ എന്താണ് നമ്മുടെ ആപ്പിൽ അതിനകത്തുണ്ട്. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ലൈവുകൾ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. മുന്നേ ചെയ്ത നിങ്ങൾക്ക് മിസ്സായ ക്ലാസ് മിസ്സാവില്ല, അവിടെ ഉണ്ടാവും ലൈവായിട്ട്. അത് റെക്കോർഡായിട്ട് കിടക്കും ലൈവിന്റെ നമ്മുടെ ആപ്പിലാണ്. ഇനിയുള്ള ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ഒരുമിച്ച് നിങ്ങൾക്ക് പഠിക്കും ചെയ്യാം. അപ്പൊ ഇനിയും പഠിച്ചാൽ നിങ്ങൾക്ക് ഡബിൾ പാസ് അല്ല അതിനപ്പുറവും മാർക്ക് നേടാന്നേ. കാരണം ഇവരൊക്കെ ലേറ്റ് ആയിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയത്. ഇവർക്ക് 8 മാർക്കായിരുന്നു +1 ഫിസിക്സിൽ. 28 നമ്മുടെ പുതുതായി വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. 28 വേണമായിരുന്നു +2ൽ. എന്നിട്ട് 28 നേടിയത് കണ്ടോ. കെമിസ്ട്രിയും ഫെയിൽ ആയിരുന്നു. കെമിസ്ട്രി 29ഉം നേടി. അതുപോലെ ഈ ഒരു കേസ് 6.32 കേസുകൾ. ഈ ഒരു കേസ് ഇതുപോലെ ഇവരുടെ കേസുകൾ ഇവരുടെ ടി മാർക്ക് നോക്കാം 9 മാർക്ക്. അതുപോലെ ബയോളജി 15 മാർക്ക് ഫെയിലായി. എക്സാം എഴുതാൻ അവർ നോക്കി. അവർ അതിനകത്ത് എന്നോട് പറഞ്ഞത് ഏതൊരു അതിനകത്ത് റെക്കോർഡഡ് ക്ലാസ്സസ് ഉള്ള ബാച്ചിൽ അതിനകത്ത് ജോയിൻ ആയി. പക്ഷേ അത്രത്തോളം എഫക്റ്റീവായി അവർ വീണ്ടും എക്സാമിന് അവർ ഫെയിലായി. പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് കണ്ടോ അതിനകത്ത് കെമിസ്ട്രിയിൽ 36ഉം ബയോളജിയിൽ 39ഉം. അതുപോലെ ഈ ഒരു കേസ് ഇവർ ഫെയിലായി. നിങ്ങളെപ്പോലെ അതിനകത്ത് ഫെയിലായി. പിന്നെ എക്സാം എഴുതാൻ നോക്കി തനിയെ പ്രിപ്പറേഷൻ ചെയ്തു, പക്ഷേ വീണ്ടും ഫെയിലായി. പിന്നെ നമ്മുടെ ബാച്ചിലെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ ആ സമയത്ത് +1ഉം +2 എഴുതാനായിരുന്നു. +2ലെ മാർക്ക് നോക്കി 46 A+ന് വാങ്ങിച്ചു. ടി മാർക്ക് കണ്ടോ 46 അവരുടെ. അതുപോലെ +1ൽ കണ്ടോ 36. അതായത് +1ഉം എഴുതണമായിരുന്നു. +1ന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ ഡബിൾ പാസ്സാണ്. പിന്നെ +2ൽ അറൗണ്ട് A+ന് ഒരു 6 മാർക്ക് കൂടി ഉണ്ടെങ്കിൽ A+ 52. അങ്ങനെ ഒരുപാട് കേസുകൾ. അപ്പൊ ഞാൻ ഇനി കൂടുതൽ കേസുകളിലോട്ട് നമ്മൾ അതിനകത്ത് പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇതെല്ലാം അറിയാം. അപ്പൊ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. നമ്മുടെ ബാച്ചിൽ അതിനകത്ത് ക്ലാസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ട്. അപ്പൊ ഈ ഒരു മാർക്ക് ഇതുപോലെ 6 മാർക്ക് ഫെയിലായി വന്നിട്ട് പിന്നീട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി വരും. നിങ്ങളെ പോലെ ഫെയിലായി പിന്നെ എഴുതി, പക്ഷേ വീണ്ടും ഫെയിലായി. പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് 35ലോട്ട് എത്താൻ സാധിച്ചു. അങ്ങനെ ഇത് ബാച്ചിന്റെ റിസൾട്ടാണ്. ഇത് നിങ്ങളെ പോലെ ഫെയിലായി പിന്നെ എഴുതിയപ്പോൾ തന്നെ 9 മാർക്കുമായിട്ട് വന്നിട്ട് 31 മാർക്ക് വാങ്ങിച്ചു. 16 മാർക്കുമായിട്ട് ഇവർ +2 ഫിസിക്സ് അതിനകത്ത് റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി. അങ്ങനെ 16 മാർക്കായിരുന്നു ഇവരെ +1ലെ മാർക്ക്. അവർ ഫെയിലായി മൊത്തത്തിൽ നോക്കുമ്പോൾ. എന്നിട്ട് +2ൽ കണ്ടോ 40-നടുത്ത് മാർക്ക് വാങ്ങിച്ചു. 17-30 കേസുകൾ, 10-28 കേസുകൾ, 14-32 കേസുകൾ. ഇത് ബയോളജിയും മാത്സും അതിനകത്ത് ക്ലിയർ ആയ ഒരു കേസ്. അതുപോലെ ഇത് നമ്മുടെ ബാച്ചിലെ ഒരു SLC മിനിമം എന്താ പറയാ മാർക്ക് മിനിമം A+. ഇപ്പം കുറച്ച് ഇവർ കഴിഞ്ഞ +1 റിസൾട്ട്. അപ്പൊ കഴിഞ്ഞ വർഷം A+ എന്താണ് ഈ വർഷം A+ കുറച്ച് കുറവാണെങ്കിൽ മുൻ വർഷങ്ങളൊക്കെ വാരി കോരി കൊടുത്തിരുന്നു. ട്രോളൊക്കെ ഉണ്ടായിരുന്നല്ലോ. സ്കൂളിന്റെ വരാന്തയിലൂടെ പോയ ഗോപാലേട്ടന് വരെ A+ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ SLCക്ക് A+ ഉള്ള സമയത്ത് ഇവർക്ക് 3-4 A+ ആയിരുന്നു. ലാംഗ്വേജ് ഒക്കെ മാറ്റി നിർത്തിയാൽ. എന്നിട്ടും പക്ഷെ +1ൽ കണ്ടോ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് ഫിസിക്സിലെ റിവാലേഷൻ കൊടുത്ത് A+ ആയി, കെമിസ്ട്രിയിൽ അറൗണ്ട് A+ ആയി, ബയോളജിയിൽ അറൗണ്ട് ഫുൾ മാർക്ക്. മാത്സ് ഇവരെ സ്ട്രീമിൽ ഉണ്ടായിരുന്നില്ല, മാത്സ് ഇവരെ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. സൈഡായിട്ട് ചുമ്മാ ഇനി എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാണ്ട് നമ്മുടെ ബാച്ചിൽ നിന്ന് മാത്രം പഠിച്ചതാണ്. സീരിയസ്നെസ് കൊടുത്ത് നമ്മുടെ ബാച്ചിൽ അവർ മാത്സും അവർ സീരിയസ് ആയി പഠിച്ചിരുന്നെങ്കിൽ അറൗണ്ട് ഫുൾ മാർക്ക് കിട്ടിയേനെ എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഒരുപാട് കേസുകൾ ഞാൻ ഇനി അതിനോട്ടൊന്നും പറയുന്നില്ല. നമുക്ക് ഇനിയും ക്വസ്റ്റനുകൾ ഡിസ്കസ് ചെയ്യാണ്ട് 3 ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പം ബാച്ചിൽ ജോയിൻ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുകയാണ് നമ്മുടെ നമ്പർ 77. എന്റെ നമ്പർ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45. ഓരോ കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കിയിട്ട് സിമ്പിൾ ആക്കി പഠിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ അഡ്ഡപടലം ഫെയിൽ ആയവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, നല്ല റിസൾട്ടിലൂടെ എത്തിക്കാൻ സാധിച്ചത്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കുമ്പോഴേ നമ്മുടെ ആപ്പ് അതിനകത്ത് വീഡിയോസ് കണ്ടു പഠിക്കാം. അപ്പൊ എപ്പോഴും പഠിക്കാനുള്ള സൗകര്യം കൂടിയാണ് നിങ്ങൾക്ക് എനേബിൾ ആകുന്നത്. മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ഓഫ്ലൈനിൽ പോയാൽ പലയിടത്തും നിങ്ങൾക്ക് ആ ഒരു നോട്ടല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ആ വീഡിയോ വീണ്ടും കണ്ടിട്ട് പഠിക്കാം. അതാണ് ആപ്പിന്റെ സൗകര്യം എന്ന് പറയുന്നത്. അപ്പം ഇത് 2-2 ആണ്. 2-2 എങ്ങനെയാ വരയ്ക്കേണ്ടത് നിങ്ങൾക്കറിയാം. 2-2 എങ്ങനെയാ വരയ്ക്കുക നോക്കൂ. 2-2 വരയ്ക്കുന്നത് PT NH3 ട്വൈസ് Cl2 അല്ലേ. അപ്പൊ ഇതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് കമന്റ് ആരെങ്കിലും മറക്കല്ലേ. ഇതിനകത്ത് ഇതല്ലേ 2-2. അപ്പൊ ഞാൻ പറഞ്ഞു സ്ക്വയർ ബ്രാക്കറ്റിന്റെ കഴിഞ്ഞ തൊട്ടടുത്തുള്ള ആളാണ് മെയിൻ ആള്. ഇനി 2-2 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പൊ 4 വര വരച്ചാൽ മതി, മുകളിലേക്കും താഴേക്കും വേണ്ട. ഇനി ക്ലോറിൻ അല്ലേ, ക്ലോറിനെ അകലത്തിൽ വരയ്ക്കുക. അപ്പൊ പിന്നെ അമോണിയാണ്, അമോണിയയെ അകലത്തിൽ വരയ്ക്കുക. അപ്പൊ ഇതെന്താണ്, അകലത്തിൽ വരച്ചാൽ ഇത്
ട്രാൻസ് ആണ് 2 ട്രാൻസ് എന്നാ പറയാ കേട്ടോ. അതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യുക, ഇനി നമ്മൾ ഇവിടെ അടുത്തടുത്ത് വരയ്ക്കുക ഈ ക്ലോറിനെ, അതുപോലെ ഈ അമോണിയയും അടുത്തടുത്ത് വരയ്ക്കുക. NH3 NH3 എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോളൂ. N അല്ലേ നമ്മുടെ കൊബാൾട്ടിനെ ലിങ്ക് ചെയ്യുന്നത്. അപ്പൊ NH3 NH3. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് നന്നായിട്ട് വരയ്ക്കുക. അപ്പൊ ഇതിപ്പോ എന്തായി, 2 4 വരുന്ന വരകൾ വരുന്ന കേസ്. അപ്പൊ ഇത് ട്രാൻസ്, ഇത് സിസ്, അടുത്തടുത്ത് വന്ന സിസ്. അപ്പൊ ക്ലോറിനെ അടുത്തടുത്ത് വരച്ചു, അമോണിയ അടുത്തടുത്ത് വരച്ചു, ഇത് സിസ്സായി. അകലത്തിൽ വരച്ചപ്പോൾ ഇത് ട്രാൻസ് ആയി. അപ്പൊ ഇനി നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ഇനി ഒരു സംഭവം കൂടി ഉണ്ട്, 4 ഈ ഒരു കേസ്. ഇതും അതിനകത്ത് ഞാൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ വീഡിയോ ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിക്കോളൂ, ഞാൻ ഇത് അവിടെ ഡിസ്കസ് ചെയ്യാം. ഒപ്പം അതിനകത്ത് അപ്പം ഇതുപോലെ 2 നമ്മൾ പറഞ്ഞു. ഇനി ഇതുപോലെ 4 ക്വസ്റ്റ്യനും ഉണ്ട്. 4 ക്വസ്റ്റ്യനും ഉണ്ട്. അത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം. അതിനകത്ത് 4 ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായാലും നമ്മൾ ഇതിനകത്ത് ഇപ്പം 3 ചെയ്തു, 2 ചെയ്തു. ഇനി 4 ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 എപ്പോഴും വരാറുണ്ട്. അപ്പൊ അതുകൂടി അതിനകത്ത് നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിക്കോളൂ. ഈ 4 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ജോമെട്രിക്കൽ ഐസോമറിന്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. ഒപ്പം കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.